بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره ومن يعمل مثقال ذرة شرا يره بسم الله والحمد لله والصلاة والسلام على رسول الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ആദിയാത്താണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തു അസ്സൽസല, സൂറത്തു സൽസല അല്ലെങ്കിൽ സൂറത്ത് ഇദാ സുൽസിലത്ത് സൽസലത്ത് എന്നും ഇദാ സുൽസിലത്ത് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ് എന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. ചിലർ ഇത് സൂറത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം മദീനയിലൊരു സംഭവം അരങ്ങേറിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി ആ വിഷയത്തിൽ സഹാബത്തിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് ആ സംഭവത്തിൽ ഇറങ്ങിയ സൂറത്താണ് ഇത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് മക്കയിൽ തന്നെ അവതീർണമായിട്ടുള്ള സൂറത്താണ്. പരലോക വിശ്വാസമാണ് ഈ സൂറത്തിലെ വിഷയം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇദാ സുൽസിലത്ത് അൽ അർദു, സൽസല എന്ന് പറയുന്ന സൽസല എന്ന് പറഞ്ഞാൽ ശക്തമായി വിറച്ചു എന്നാണ്, അല്ലെങ്കിൽ ചലിച്ചു. സൽസല രൗദ്രഭാവത്തിൽ വിറക്കൊള്ളുക, ചലിക്കുക, അതാണ് പിന്നെ സൽസല, പ്രകമ്പനം കൊള്ളുക. ശക്തമായ ചലനത്തിനാണ് സൽസല പ്രയോഗിക്കുക. ശക്തമായ ചലനം. ശക്തമായ ചലനം എന്നുള്ളത് അറിയിക്കുന്നത് ഒന്ന് ഈ ക്രിയൻ്റെ രീതിയാണ്. നോക്കിയത് സല ചലനത്തെയാണ് ആ പ്രയോഗം തന്നെ അറിയിക്കുന്നത്. ഇതേപോലെ കുറേ പിന്നെ ക്രിയകൾ കാണാം, അതൊക്കെ അറിയിക്കുന്നത് അതാണ്. ഇപ്പോൾ ദഖ്ദഖ, ലംലമ, സഖ്സഖ ഇങ്ങനെയൊക്കെ വരും. തബ്തബ, ദന്തന, ഇതൊക്കെ അറിയിക്കുന്നത് ഒരു പിന്നെ പ്രത്യേക രീതിയിലുള്ള ചലനത്തെ, അനക്കത്തെയാണ്. അത് കുറച്ച് രൂക്ഷമാണ് എന്നുള്ളതിനാണ് ഈ ശൈലി വരുന്നത്. അതിൻ്റെ അസല് ക്രിയ സല്ലലാണ്. സല്ലല അതിനെ സൽസല രൂപത്തിലേക്ക് മാറ്റിയത് അതിൻ്റെ പിന്നെ ചലന ശക്തിയെ അറിയിക്കാനാണ്.
ഈ രീതി തന്നെ സല്ലല എന്നുള്ള രീതി തന്നെ ആ വസ്ന് തന്നെ ശക്തമായ അനക്കത്തെ ചലനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ ക്രിയ സൽസല എന്നുള്ള ക്രിയ അത് ചലനത്തെയാണ് അറിയിക്കുന്നത്. എങ്ങനെയുള്ള ചലനത്തെ? ശക്തമായ ചലനത്തെ. ശക്തമായ ചലനത്തെ അറിയിക്കാൻ രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് സല്ലല എന്നുള്ള ക്രിയയാണ് അതിൻ്റെ അടിസ്ഥാനം, അത് ശക്തമായ എന്നുള്ള ആശയം കൊണ്ടുവരാനാണ്. പിന്നെ അതിൽ സൽ, പിന്നെ സല, ഇങ്ങനെ അതിനെ മാറ്റി. എന്തിനാണ് അങ്ങനെ ക്രിയ, ഈ സല്ലല എന്നുള്ള ക്രിയ എങ്ങനെ മാറ്റിയത്? അത് ശക്തമായ ചലനം എന്നുള്ളത് അറിയിക്കാനാണ്. ആ ക്രിയ ശക്തമായ ചലനത്തെയാണ് അറിയിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. ഏതായാലും പിന്നെ ശക്തമായ ചലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ക്രിയ അറിയിക്കുന്നത് പോലെ തന്നെ എന്ത് അറിയിക്കുന്നുണ്ട്? മറ്റ് പ്രമാണവചനങ്ങളും അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് വരാം. ഇവിടെ ഇദാ സുൽസിലത്ത് എന്താണ്? ശക്തമായി ചലിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പിന്നെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ. ആര്? അൽ അർദ്, ഭൂമി. ഇദാ സുൽസിലത്തിൽ അർദ്, ഭൂമി ശക്തമായി വിറപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ. സിൽസാലഹ, സിൽസാൽ എന്ന് പറഞ്ഞാൽ പ്രകമ്പനം, ശക്തമായ ചലനം. സിൽസാലഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൽസാൽ. സിൽസാൽ എന്നുള്ളത് പിന്നെ ചലനത്തെയാണ് അറിയിക്കുന്നത്. സിൽസാല എന്ന് പറഞ്ഞാൽ സിൽസാൽ അൽ അർദ്, ഭൂമിയുടെ ചലനം. അപ്പോൾ ഭൂമിയുടെ പ്രകമ്പനം, അതാണ് സിൽസാല. അത് ഭൂമി പ്രകമ്പനം കൊണ്ടാൽ എന്നാണ്. വ്യാകരണത്തിൽ ഇതിന് മഫ്ഊൽ മുത്തലഖ് എന്നാ പറയാ. അതുകൊണ്ട് പിന്നെ ഈ മഫ്ഊൽ മുത്തലഖ് വന്നത് കാരണത്താൽ നമുക്ക് ഇതിന് അർത്ഥം പറയുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി രൗദ്രമായി വിറക്കൊണ്ടാൽ, പ്രകമ്പനം കൊണ്ടാൽ. അതാണ് ഇദാ എന്നുള്ളത് ഒരു സംഗതി ആയാൽ, സംഭവിച്ചാൽ എന്ന ആശയം കൊണ്ടുവരാനാണ്. അപ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു, ഭൂമി പ്രകമ്പനം കൊണ്ടാൽ. സിൽസാലഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ രൗദ്രമായ അതിശക്തമായ പ്രകമ്പനമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം. അന്ത്യനാളായാൽ ഭൂമി എന്ത് ചെയ്യും? ശക്തമായ പ്രകമ്പനത്തിന് വിധേയമാകും. ഇൻഷാല്ലാ അത് പിന്നെ അറിയിക്കുന്ന വചനങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അനുസ്മരിക്കാം. വ അഖ്റജത്തിൽ അർദു, അഖ്റജത്ത് എന്നാണ്, അഖ്റജ എന്നാണ് പുറത്തെടുത്തു, പുറത്തേക്കിട്ടു. അഖ്റജ. വ അഖ്റജത്ത് അൽ അർദു, ഭൂമി സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് ക്രിയയെ സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ട് ഈ താ വന്നത്. വ അഖ്റജത്ത്, പുറത്തേക്കിട്ടു. അൽ അർദു, ഭൂമി. വ അഖ്റജത്തിൽ അർദു, ഭൂമി പുറത്തേക്കിടുകയും ചെയ്താൽ. ഇതാ എന്നുള്ള ഉണ്ടല്ലോ, അവിടേക്കാണ് അതിൻ്റെ ബന്ധം. ഭൂമി പുറത്തേക്ക് ഇടുകയും ചെയ്താൽ. എന്ത് പുറത്തേക്കിട്ടാൽ? അസ്കാലഹ, അസ്കാൽ എന്ന് പറഞ്ഞാൽ അസ്കാൽ, സക്കൽ അല്ലെങ്കിൽ സിഖൽ, ഭാരിച്ച വസ്തുവിനാണത് പറയാം. സിഖൽ എന്നുള്ളത് ഭാരിച്ച വസ്തുവിനാണ് പറയാം, ഭാരം. അതിൻ്റെ ബഹുവചനാണ് അസ്കാൽ, ഭാരങ്ങൾ. അസ്കാലഹ, അസ്കാലുൽ അർദ്, ഭൂമിയുടെ ഭാരങ്ങൾ. അപ്പോൾ ഭൂമിയുടെ ഭാരങ്ങളെ ഭൂമി അഖ്റജത്ത്, പുറത്തേക്കിടുകയും ചെയ്താൽ. നമുക്ക് ഇനി എന്താണെന്ന് പറയാം. വഖാലൽ ഇൻസാൻ മാലഹ, വഖാല, കാല എന്നാണ് പറഞ്ഞു, വഖാല പറയുകയും ചെയ്താൽ. എന്നിട്ട് അതിൻ്റെ ബന്ധം വഖാൽ പറയുകയും ചെയ്താൽ. ആര് പറഞ്ഞാൽ? അൽ ഇൻസാൻ. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം, മനുഷ്യരൊന്നടങ്കം. മനുഷ്യർ പറയുകയും ചെയ്താൽ. എന്ത് പറയുകയും ചെയ്താൽ? മാലഹ, മാലഹ മാലിൽ അർദ്, ഭൂമിക്ക് എന്താണ്? മാ എന്നുള്ളത് സിഫാണ്. മാലഹ, അതിന് എന്ത് പറ്റി? അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട ഇതാണ്. നമ്മൾ കേവലം അർത്ഥം ഇപ്പം പറയുന്നുള്ളൂ. മാലഹ, അതിന് എന്താണ്? ഭൂമിക്ക്, മാലഹ മാലിൽ അർദ്, ഭൂമിക്ക് എന്താണ് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ. ചെയ്താൽ കണ്ട, ഇതൊക്കെ ഈ ഇതിലേക്കാണ് ബന്ധം.
ഭൂമി രൗദ്രമായി പ്രകമ്പനം കൊണ്ടാൽ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ വെളിയിലിടുകയും ചെയ്താൽ, മനുഷ്യൻ ഭൂമിക്ക് എന്താണ് എന്ന് പറയുകയും ചെയ്താൽ, അതിൻ്റെ ഉത്തരാണ് ഈ പറയാൻ പോണത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹ യൗമഇദി യസ്ദുറു നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. തയ്യിബ്. യൗമഇദിൻ അന്ന്, ദിവസം. യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ഇതിൻ എന്ന് പറഞ്ഞാൽ അന്ന്, ആ ദിവസം. അപ്പം യൗമഇദിൻ ആ ദിവസം. ഏത് ദിവസം? ഇതൊക്കെ സംജാതമാകുന്ന ആ ദിവസം, നാൾ. യൗം എന്ന് പറഞ്ഞാൽ പകലിന് പറയും, രാവും പകലും കൂടിയതിന് പറയും, സമാൻ കാലത്തിന് പറയും, കാലത്തിനും യൗം എന്ന് പറയും. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്തർത്ഥം വെച്ചാലും യൗമഇദിൻ ഇത് സംഭവിക്കുന്ന ആ പകലിൽ നിന്നായാലും അല്ലെങ്കിൽ സംഭവിക്കുന്ന ആ ദിവസം എന്നായാലും ആ കാലം എന്നായാലും വിഷയമല്ല. യൗമഇദിൻ ആ ദിവസം. തുഹദ്ദിസുൽ അർദ് ഭൂമി പറയും, തുഹദ്ദിസു സംസാരിക്കും, ഹദ്ദസ യുഹദ്ദിസു പറഞ്ഞാൽ സംസാരിക്കും, ഭൂമി പറയും, അഖ്ബാറഹ അതിൻ്റെ ഖബറുകൾ, അഖ്ബാർ ന്യൂസ്, വാർത്തകൾ, അഖ്ബാർ എന്ന് പറഞ്ഞാൽ വാർത്തകൾ, അഖ്ബാറഹ അതിൻ്റെ വാർത്തകൾ. ബിഅന്ന റബ്ബക് ഔഹാ ലഹ, ബിഅന്ന റബ്ബക്, ബി എന്ന് പറഞ്ഞാൽ കാരണം, സബബിയ, ബി എന്ന കാരണം, അന്ന റബ്ബക് താങ്കളുടെ റബ്ബ്, നിശ്ചയം താങ്കളുടെ റബ്ബ്, ഔഹാ ലഹ, ഔഹ എന്ന് പറഞ്ഞാൽ ഔഹാ ലഹ എന്ന് പറഞ്ഞാൽ ഔഹാ ഇലൈഹ, ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി, ലഹ എന്ന് പറഞ്ഞാൽ ഇലൈഹ അതിന് ഭൂമിക്ക് ബോധനം നൽകി. അപ്പോൾ ബി അന്ന റബ്ബക് കാരണം താങ്കളുടെ റബ്ബ്, ഔഹാ ലഹ ഭൂമിക്ക് ബോധനം നൽകിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഭൂമി തുഹദ്ദിസു അഖ്ബാറഹ അതിൻ്റെ ന്യൂസ്, വാർത്തകൾ പറയുന്നത്. തയ്യിബ്. അതുവരെ നമുക്ക് പിന്നെ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാം, എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പറയാം. അന്ത്യനാളോടനുബന്ധിച്ച് അല്ലെങ്കിൽ അന്ത്യനാൾ സംജാതമായാൽ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അന്ത്യനാൾ സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി, വാനം, ഇദാ സിൽസിലത്തിൽ അർദ് സിൽസാലഹ, അന്ത്യനാളായാൽ ഭൂമിക്ക് എന്താണ്? രൗദ്രമായ പ്രകമ്പനമാണ്, വിറയാണ്. മറ്റായത്തുകളിൽ കാണാം ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, ഭൂമി അതിശക്തമായി വിറപ്പിക്കപ്പെട്ടാൽ. കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, മനസ്സിലായില്ലേ? യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ ഫകാനത്തിൽ ജിബാലു കസീബൻ മഹീല എന്നാണ്. ഭൂമിയും പർവ്വതങ്ങളും ഇടിക്കപ്പെടുന്നതാണ്. അങ്ങനെ കുന്നുകൾ, മലകൾ അത് മണൽത്തിട്ട പോലെ ആയി പരിണമിക്കുമെന്നാണ്. അപ്പോൾ ഭൂമി അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ അത് രൗദ്രമായിട്ട് എന്ത് ചെയ്യും? വിറക്കൊള്ളും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅതി ഷൈഉൻ അദീം. ജനങ്ങളെ അള്ളാഹനെ സൂക്ഷിച്ചോളി, ഇന്ന സൽസലത്തസ് സാഅ അന്ത്യനാളിൻ്റെ പ്രകമ്പനം, സൽസലത്ത് അതാണ് സിൽസാൽ, സൽസലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്രകമ്പനം. അന്ത്യനാളിൻ്റെ പ്രകമ്പനം അത് ഷൈഉൻ അദീം, ഒരു വലിയ കാര്യമാണ്, വലിയ വിഷയമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പറയണം യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്. ആ പ്രകമ്പനം നിങ്ങൾ കാണുന്ന ദിവസം എന്താ അന്നത്തെ സംഭവം? മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വിസ്മരിച്ചു പോകുന്നതാണ്. അമ്മമാർ മാറിൽ നിന്ന് കുഞ്ഞുങ്ങളെ എറിഞ്ഞോടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. കുല്ലി ഹംലിൻ ഹംലഹ എന്നാണ്. ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഗർഭിണികൾ പ്രസവിക്കുന്ന, മുലയൂട്ടുന്ന ഉമ്മമാർ മാറിൽ നിന്ന് കുഞ്ഞുങ്ങളെ എറിഞ്ഞോടുന്ന വിധം പ്രകമ്പനം, അതാണ് അന്ത്യനാളിൻ്റെ ആ സമയത്ത് ഭൂമിക്കുണ്ടാകുന്ന പ്രകമ്പനം. അതുകൊണ്ടാണ് ഇദാ സുൽസിലത്തിൽ അർദ് എന്ന് പറഞ്ഞ് നിർത്താതെ സിൽസാലഹ മഫൂൽ മുത്തലക്ക് വന്ന എന്താ? ആ പ്രകമ്പനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ രൗദ്രമായ രീതിയിൽ ഭൂമി വിറക്കൊണ്ടാൽ, വ അഖ്റജത്തിൽ അർദു ഭൂമി വെളിയിലേക്കിട്ടാൽ, എന്താ വെളിയിലേക്കിടുക? അസ്കാലഹ അതിൻ്റെ ഭാരങ്ങൾ. ഭൂമിയുടെ ഭാരങ്ങൾ എന്താ? ഭൂമിയുടെ ഭാരങ്ങൾ ഒന്ന് മരിച്ചവരാണ്, ഒന്ന് മൗത്ത മരിച്ചവരാണ്,
ഭൂഗർഭത്തിൽ ആരാളുള്ളത്? മരിച്ചവരെ ഭൂഗർഭത്തിൽ അടക്കിയിട്ടുണ്ട്. അതാണ്. ജിന്നിനും ഇൻസിനും എന്ത് പേരുണ്ട്? സഖലൈൻ എന്ന് പേരുണ്ട് അല്ലേ? സഖലൈൻ കേട്ടില്ല? എവിടെ പറഞ്ഞേ? ഫബിഐ ആലായി റബ്ബിക്കുമാത്തൊക്കെ അല്ല, അതിൻ്റെ മുമ്പ് പറഞ്ഞേ സഖലൈന് പ്രയോഗിച്ചൂടെ? സനഫ്റുലക്കും അയ്യുഹ സഖലാൻ. സഖലാൻ എന്ന് ആർക്ക് പറയും? മനുഷ്യന് പറയും. ഇൻസിനും അതേപോലെ ജിന്നിനും പറയും. ഇൻസും ജിന്നും എന്താണ്? സഖലാണ്. ഭൂമിക്ക് ഭാരങ്ങളാണ് ഇൻസും ജിന്നും. അതുകൊണ്ടാണ് ഇൻസിനും ജിന്നിനും എന്ന് പറയുന്നത് സഖലാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഖലൈനിയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. സഖലൈൻ എന്ന് പറഞ്ഞാൽ ഇൻസും ജിന്നുമാണ്. അപ്പോൾ സഖൽ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് അസ്കാൽ. അഖ്റജത്തിൽ അർദ്, ഭൂമി വെളിയിലേക്ക് ഇട്ടാൽ, അസ്കാലഹ, ഭൂമിയുടെ അസ്കാൽ നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ്? ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട മരിച്ചവരാണ്. മൗത്ത, മരിച്ചവർ. വേറൊരു അർത്ഥം ഭൂഗർഭത്തിലുള്ള കെൻസ്, കുനൂസ്, അതാണ് കുനൂസ്. കുനൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നിധികൾ ഒക്കെ. ഭൂഗർഭത്തിൽ ദഹബ്, സ്വർണ്ണുണ്ട് അല്ലേ? ഭൂഗർഭത്തിൽ ഫിദ്ദത്തുണ്ട്, വെള്ളി അല്ലേ? അതേപോലെ ഭൂഗർഭത്തിൽ ഹദീദ് ഉണ്ട്. അതേപോലെ നുഹാസ്, ചെമ്പുണ്ട്. അതേപോലെ ഭൂഗർഭത്തിൽ സഹർ, പാറകളില്ലേ? ഇതൊക്കെ ഭൂഗർഭത്തിലെ ഭാരങ്ങളാണ്. ഭൂഗർഭത്തിൽ വെള്ളമുണ്ട്. അങ്ങനെ ഭൂഗർഭത്തിൽ പലതും ഉണ്ട്. അതൊക്കെ അതാണ് ഇവിടെ ഉദ്ദേശം. കുനൂസ്, കെൻസ്, കുനൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണവും വെള്ളിയും ഇരുമ്പും, അതേപോലെ പിന്നെ പിച്ചളും, അതേപോലെ പാറകൾ, വെള്ളം, ഇതൊക്കെ ഭൂഗർഭത്തിലെ അസ്കാൽ, ഭാരങ്ങളാണ്. അഖ്റജത്തിൽ ഭൂമി വെളിയിലേക്കിടും, അസ്കാലഹ, അതിൻ്റെ ഭാരങ്ങൾ. അതിൻ്റെ ഭാരങ്ങൾ മരിച്ചവരുമുണ്ട് ഭൂഗർഭത്തിൽ, അതേപോലെ തന്നെ ഈ കെൻസുകളുണ്ട്, ഈ പറയപ്പെട്ട കെൻസുകളുണ്ട്. അതിനൊക്കെ ഭൂമിയിൽ വെളിയിലേക്കിടുകയും ചെയ്താൽ. മാത്രമല്ല വഖാലൽ ഇൻസാൻ, മനുഷ്യൻ പറയുകയും ചെയ്താൽ, മാലഹ, മാലഹ എന്ന് പറഞ്ഞാൽ മാലഹ അതൊരു പ്രയോഗമാണ്. മാലഹ, അതിന് എന്ത് പറ്റിയതാണ്? ഭൂമിക്ക് എന്താണ്? ഭൂമിക്ക് എന്താണ്? ഈ മാലഹ പ്രയോഗിച്ചാൽ അതിൻ്റെ ഖബർ, ഈ ഇത് മുബ്തദ ഖബറാണ്. ഇത് പ്രയോഗിക്കുമ്പോൾ അതിനൊരു ബന്ധം, അതിനോട് ബന്ധമുള്ള ഒരു ജുംല കൂടി അതിന് ശേഷം പറയും. അപ്പോഴാണ് അതിൻ്റെ ആശയത്തിന് പൂർണ്ണത എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വഖാലിൽ ഇൻസാൻ, മനുഷ്യൻ പറയും, മാലഹ, ഭൂമിക്ക് എന്താണ് ഇങ്ങനെ വിറക്കൊള്ളാൻ, അല്ലെങ്കിൽ അതിലെ ഭാരങ്ങളെ എടുത്തെറിയാൻ ഭൂമിക്ക് എന്ത് പറ്റി? അതാണ് ഇവിടെ വഖാലിൽ ഇൻസാൻ, മനുഷ്യൻ പറയും, മാലഹ, അതിനെന്താണ്? അതിനെന്നാണ് ആർക്ക്? ഭൂമിക്ക്. ഭൂമിക്ക് എന്താണ്? എന്തിനാണ് ഭൂമിക്ക് എന്താന്ന് പറയുന്നത്? ഭൂമി ഇങ്ങനെ വിറക്കൊള്ളാൻ ഭൂമിക്ക് എന്ത് പറ്റി? അതേപോലെ ഭൂമി അതിൻ്റെ ഭാരങ്ങളെ വെളിയിലിടാൻ, പുറത്തിടാൻ, മാലഹ, ഭൂമിക്ക് എന്ത് പറ്റി? അതാണ് ചോദ്യം. കേവലം മാലഹ എന്ന ഭൂമിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യമല്ല. പിന്നെയോ ഇങ്ങനെ വിറക്കൊള്ളാൻ മാത്രം, രൗദ്രമായി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുവാൻ, അതേപോലെ തന്നെ ഭാരങ്ങളെ ഭൂഗർഭത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചിടാൻ മാത്രം ഭൂമിക്ക് എന്ത് പറ്റി? അങ്ങനെ ആ രീതിയാണ്, അതാണ് അവിടെ പിന്നെ സങ്കല്പിക്കേണ്ടത് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രയോഗം അതാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ചില സാഹിത്യ പ്രയോഗങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഈ രീതിയിൽ. ഇപ്പോൾ കവിതയിൽ കാണാം, മാലി വലിൻ നജ്മി യർആനി വഅർആഹു, മാലി, എനിക്കെന്ത് പറ്റി? വലിൻ നജ്ം, നക്ഷത്രങ്ങൾക്കും, പിന്നെ മാലി വലിൻ നജ്മി യർആനി വഅർആഹു, ഞാൻ നക്ഷത്രങ്ങളെ നോക്കുന്നു, നക്ഷത്രങ്ങൾ എന്നെ നോക്കുന്നു, ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നാണ് അവിടെ. മനസ്സിലായി? അപ്പം ഇങ്ങനെ അത്തരം പ്രയോഗങ്ങൾ പിന്നെ ചരിത്രത്തിൽ നമുക്ക് പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം ഒരിക്കൽ പറയുന്നുണ്ട്, മാലി വലി സലാത്തുൽ ഫജ്ർ, മാലി വലി സലാത്തുൽ ഫജ്ർ, ഞാനും സലാത്തുൽ ഫജ്ർ, മാലി, എനിക്ക് എന്താണ്? അതേപോലെ വലി സലാത്തുൽ ഫജ്ർ,
സലാത്തുൽ ഫജറിനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മാലി എന്നുള്ളത് അതിൻ്റെ ആശയം പൂർണ്ണമാണത് ഈ സലാത്തുൽ ഫജർ കൂട്ടി പറയുമ്പോഴാണ്. അതവർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉമ്മു കുൽസൂമിൻ്റെ ചരിത്രത്തിൽ പിന്നെ ഉമ്മു കുൽസൂം പിന്നെ അവരെ കല്യാണം കഴിച്ചതാരാ? ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു അലി ഫാത്തിമ ദമ്പതികൾക്ക് ഹസൻ ഹുസൈൻ പിന്നെ മുഹ്സിൻ സൈനബ് ഉമ്മു കുൽസൂം ഇങ്ങനെ 5 മക്കളാണ്. ഹസൻ ഹുസൈൻ പിന്നെ മുഹ്സിൻ എന്ന് പറഞ്ഞ കുട്ടി പിന്നെ ജീവിച്ചിരുന്നതായിട്ട് പിന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചരിത്രം പിന്നെ വിശാലമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടില്ല. പിന്നെ സൈനബ് ഉമ്മു കുൽസൂം ഇങ്ങനെ 5 മക്കളാണ്. അതിൽ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് ഉമറാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമ്മു കുൽസൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിൻ്റെ 5 വർഷം മുമ്പാണ് ജനിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ചെറിയ കുട്ടിയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ കല്യാണം കഴിക്കേണ്ടാരെ ഉമ്മു കുൽസൂമിനെ, അതായത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഖലീഫയായിരിക്കെ ഉമർ പറയുന്നുണ്ട് ഇങ്ങനെ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചുതരാൻ. അപ്പോൾ ഉമർ ആദ്യം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ വീണ്ടും അപ്പോൾ ഉമർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കുടുംബത്തോടൊരു ബന്ധം, വൈവാഹിക ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉമർ അത് ആവശ്യപ്പെടുന്നത്. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അലി സമ്മതിച്ചു. അങ്ങനെ പിന്നെ ഈ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഉമർ ഒരു വസ്ത്രം കൊടുത്തയച്ചു, കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തയച്ച്. എന്നിട്ട് വാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ വസ്ത്രം നോക്കാൻ, എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞ്. അപ്പോൾ വസ്ത്രമായിട്ട് കുട്ടി ചെന്നു. പിന്നെ ഉമ്മു കുൽസൂം ചെന്നു. അങ്ങനെ ഉമർ കണ്ടിട്ട് ഉമറിന് ഇഷ്ടമായി എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി വസ്ത്രമായിട്ട് തിരിച്ചു ചെന്നു. അപ്പോൾ അലി പറഞ്ഞു മകളെ പിന്നെ നിന്നെ ഇനി അമീറുൽ മുഅ്മിനീൻ കല്യാണം കഴിക്കുമെന്നുള്ള പറഞ്ഞു. അങ്ങനെ ആ വിവാഹം നടന്നു. ഏതായാലും ഉമ്മു കുൽസൂം പിന്നെ ഉമർ കല്യാണം കഴിച്ച്, മനസ്സിലായല്ലേ? അങ്ങനെ ആ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഉമ്മു കുൽസൂം പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ആയിരിക്കുകയാണ് ഉമർ റളിയല്ലാഹുവിന് ഫജ്ർ നിസ്കാരത്തിൽ കുത്തേൽക്കുന്നത്. അപ്പോൾ ഫജ്ർ നിസ്കാര വേളയിലാണ് ഉമ്മു കുൽസൂമിന് വിവരം കിട്ടുന്നത് ഭർത്താവായ ഉമറിന് അബൂലുലു എന്ന മജൂസിയുടെ കുത്തേറ്റ് അദ്ദേഹം പിന്നെ പ്രയാസത്തിലാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഉമർ റളിയല്ലാഹുവിന് ഷഹീദായി. പിന്നെ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു തആല കൊണ്ടുവരാണ്. അങ്ങനെ ഉമ്മു കുൽസൂം പിന്നെയും ജീവിച്ചിട്ടുണ്ട്, കുറേ കാലം ജീവിച്ചിട്ടുണ്ട് അവർ, മനസ്സിലായ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം അലി റളിയല്ലാഹു ഖലീഫയായി. അപ്പോഴൊക്കെ ഉമ്മു കുൽസൂം അലിയാരോടൊപ്പമാണ്. അങ്ങനെ അലി റളിയല്ലാഹുവിനെ കൂഫയിലേക്ക് ഖിലാഫത്ത് മാറ്റിയപ്പോൾ ഉമ്മു കുൽസൂമിനായിട്ട് അവിടേക്ക് പോയി, പിന്നെ കൂഫയിലേക്ക് പോയി. അങ്ങനെ കൂഫയിൽ പോയപ്പോൾ വെച്ചാണ് പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ഒരു റമദാൻ മാസം റമദാൻ 17 ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പിന്നെ ഒളിഞ്ഞു നിന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലിയാരെ വെട്ടുന്നത്. അങ്ങനെ അലിയാരുടെ തല പൊളിഞ്ഞ് വീണ് അദ്ദേഹം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വിവരം ആ ഫജ്ർ നമസ്കാര സമയത്താണ് ആരറിയണത്? മകൾ ഉമ്മു കുൽസൂം അറിയണത്. ഭർത്താവിനും വെട്ടേറ്റത് ഫജ്ർ നിസ്കാരത്തിൽ, പിന്നെ വാപ്പാക്കും വെട്ടേറ്റത് ഫജ്ർ നിസ്കാര സമയത്ത്. ആ വാർത്ത കൂടി വന്നപ്പോഴാണ് ഉമ്മു കുൽസൂം പറയുന്നത് മാലി എനിക്കെന്ത് പറ്റി, വലി സലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നുണ്ട്. വലി സലാത്തുൽ ഫജ്ർ. അപ്പോൾ അവിടെ വിഷയം എന്താ വെച്ചാൽ ഈ മാലഹ, മാലക്, മാലി തുടങ്ങിയതായ പ്രയോഗങ്ങൾ അതിൻ്റെ ആശയം പൂർണ്ണമാകലപ്പോഴാണ്. കേവലം മാലഹ അതിനെന്ത് പറ്റിയെന്ന് പറയുമ്പോഴല്ല, പിന്നെ അതിനെന്ത് പറ്റി ഇങ്ങനെ വിറക്കൊള്ളാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാരങ്ങൾ ഇவ்விധം പുറത്തെറിയുവാൻ എന്നുള്ള ഒരാശയം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അതിൻ്റെ ആശയം പൂർണ്ണമാണത്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ആ പ്രയോഗം ഉമ്മു കുൽസൂം നടത്തിയ പ്രയോഗം അറിയിച്ചത്. ഈ ഉമ്മു കുൽസൂമാണ് അലി റളിയല്ലാഹുവിൻ്റെ മകൾ. ഈ ഉമ്മു കുൽസൂം അവരാണ് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയുടെ പ്രസവം എടുക്കാൻ കൊണ്ടുപോയിരുന്നല്ലേ, അത് ഈ ഉമ്മു കുൽസൂമാണ്. അതായത് ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ മദീനയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരു ടെൻറ്റ് കണ്ട്, താഴ്വാരത്തിൽ മദീനക്ക് പുറത്തൊരു താഴ്വാരത്തിൽ ഒരു ചെറിയ ടെൻറ്റ്. അപ്പോൾ ആരോ താൽക്കാലികമായി കെട്ടിയതാണ്. അപ്പോൾ ഉമർ വന്നിട്ട് ചെന്ന് നോക്കി. അപ്പോൾ ഒരാൾ വീടിന് പുറത്ത് ഇങ്ങനെ പരിഭവപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. വീട്ടിൽ നിന്നൊരു കരച്ചിലും കേൾക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്നല്ല, പിന്നെ ഇതിൽ മറച്ചു കെട്ടിയ ആ കുടിയിൽ നിന്ന്. അപ്പോൾ അയാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ്? അപ്പോൾ പറയുന്നത് ഞാൻ വിദൂരത്ത് നിന്ന് വരികയാണ്, അമീറുൽ മുഅ്മിനീൻ്റെ വല്ല കനിവും കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയണത്. അപ്പോൾ വീട്ടിൽ ഈ സ്ത്രീയുടെ കാര്യം പറയണത് എൻ്റെ ഭാര്യയാണ്, അവൾക്ക് ഈ മഹാദ് നൊമ്പരം പ്രസവവേദന വന്നിട്ട് അവർ വേദന എടുത്തിട്ട് ആ ടെൻറ്റിലാണ്. അപ്പോഴാണ് ഉമർ വേഗം എന്തെങ്കിലും മടങ്ങി വരുന്നത്. അങ്ങനെ ഉമർ
പിന്നെ ആ സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷക്ക് വിളിക്കുന്നത് ഈ ഉമ്മു കുൽസൂമിനെയാണ്. അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെയാണ്. പിന്നെ ഈ ഉമ്മു കുൽസൂമാണ് എന്ത് ചെയ്യണത്, പോയിട്ട് ആ സ്ത്രീയുടെ പ്രസവ സമയത്തുള്ള ആ ശുശ്രൂഷ നടത്തുന്നത്. അങ്ങനെ പിന്നെ ഉമർ കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ ആ ടെൻറ്റിൻ്റെ പുറത്തിരുന്നിട്ട് ഉമറും ഈ ആറാബിയും പാകം ചെയ്യുകയാണ്. അപ്പോഴാണ് ഉമ്മു കുൽസൂം വിളിക്കുന്നത്, അമീറുൽ മുമിനീൻ നിങ്ങളുടെ സുഹൃത്തിന് ഒരു ആൺകുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. അമീറുൽ മുമിനീൻ നിങ്ങളുടെ സുഹൃത്തിന് ഒരു ആൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും. അപ്പോഴാണ് അറാബി അറിയണത് വന്നത് അമീറുൽ മുമിനീനാണ്. മനസ്സിലായി? ആ അമീറുൽ മുമിനീൻ എന്നുള്ള വിളിച്ച് ഈ സുവിശേഷം അറിയിച്ചതും ആ പെണ്ണിൻ്റെ ശുശ്രൂഷ നടത്തിയതും ആരാണ്? അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി റളിയല്ലാഹു തആല അൻഹ. വഖാലൽ ഇൻസാനു മാ ലഹ, ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞു. അവിടെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് അർത്ഥം. മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ മുഅ്മിൻ ഉണ്ടാവും, കാഫിർ ഉണ്ടാവും അല്ലേ? മനുഷ്യരിൽ വിവേകികൾ ഉണ്ടാകും, അവിവേകികൾ ഉണ്ടാവും അല്ലേ? മനുഷ്യരിൽ അങ്ങനത്തെ ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും. ഈ ഭൂമിയുടെ പ്രകമ്പനം അത് കണ്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിമും അമുസ്ലിമും വിവേകിയും അവിവേകിയും ചെറിയവരും വലിയവരും ആണും പെണ്ണും ഒന്നടങ്കം പറഞ്ഞു പോകും മാലഹ. കണ്ടോ? അതാണ് ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യവർഗം എന്നുള്ളതാണ്. അതിൽ മുഅ്മിനും ഉണ്ടാകും, പിന്നെ ആരുണ്ടാവും? കാഫിറുണ്ടാവും. മനുഷ്യരിൽ എന്തൊരു പ്രതിസന്ധി വന്നാലും എന്തൊരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെങ്കിലും വിവേകത്തിൽ നിൽക്കുന്നവരുണ്ട്, മനസ്സിലായി? തൻ്റെ ഇടത്തിൽ അതിനെ എതിരിടുന്നവരുണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ ഹക്കീം ഉണ്ടാകും, വിവേകി. അതേപോലെ തന്നെ തായിഷ് ഉണ്ടാവും, അവിവേകി. അതേപോലെ കബീറും സഗീറും ഒക്കെ ഉണ്ടാവും. മുതിർന്നവരും ചെറിയവരും ഒക്കെ ഒരു പ്രശ്നത്തോട് അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? മുതിർന്നവരെ പോലെയല്ല ചെറിയവർ, മനസ്സിലായില്ലേ? പക്ഷേ ഈ പ്രശ്നത്തോട് സഗീറും കബീറും അതേപോലെ തന്നെ ആണും പെണ്ണും ഒക്കെ ദക്കറും ഉൻസയും ഒക്കെ ഒരേ പ്രതികരണം, എല്ലാവരും ഒരേപോലെയാണ്. മാലഹ ഇவ்விധം പ്രകമ്പനം കൊള്ളാൻ, തൻ്റെ ഗർഭത്തിലുള്ള ഭാരങ്ങളെ ഇவ்விധം വലിച്ചിടാൻ മാലഹ ഭൂമിക്ക് എന്ത് പറ്റി, എന്താണ് എന്ന് മനുഷ്യരെല്ലാവരും പറഞ്ഞു പോകും. അതാണ് വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അതല്ലേ ഇതാന്നല്ലോ, ഇതൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ എന്താണ്? അന്നേ ദിവസം തുഹദ്ദിസു ഭൂമി പറയും അഖ്ബാറഹ അതിൻ്റെ ന്യൂസുകൾ, വാർത്തകൾ. എന്താണ് അഖ്ബാർ? എന്താണ് ഭൂമിൻ്റെ അഖ്ബാർ? ഭൂമിൻ്റെ അഖ്ബാർ ചില ഹദീസുകളിൽ കാണാം. ആ ഹദീസിനെ എല്ലാ പണ്ഡിതന്മാരും പ്രബലപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദ്റൂൻ മാ അഖ്ബാറുഹ, നിങ്ങൾക്കറിയുമോ എന്താണ് ഭൂമിയുടെ ന്യൂസ്, വാർത്തകളെന്ന്? ഭൂമിക്കുപരിയിൽ സ്ത്രീ പുരുഷന്മാർ ചെയ്ത അമലുകൾ, കർമ്മങ്ങൾ, അതാണ് ഭൂമിയുടെ ന്യൂസ്. അപ്പോൾ യൗമഇദിൻ അന്നേ ദിവസം അല്ലെങ്കിൽ ആ കാലം തുഹദ്ദിസു ഭൂമി പറയും അഖ്ബാറഹ മനുഷ്യരുടെ ഭൂമിക്കുപരിയിലുള്ള ചെയ്തികൾ, പ്രവൃത്തികൾ, നല്ലതും തീയതും ഒക്കെ എന്ത് ചെയ്യും? ഭൂമി പറയും എന്നുള്ളതാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതാണ് ഭൂമിയുടെ വാർത്തകൾ, മനുഷ്യരുടെ പ്രവൃത്തികൾ. അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മൂകമായി കാണുന്ന ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ, മൂകമായിട്ട് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഇവിടെ മൂകമായിട്ട് നമ്മൾ ഭൂമിക്കുള്ള ഉപരിതലങ്ങൾ, അതിൽ പർവ്വതങ്ങൾ, മരങ്ങൾ, ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മൂകമായി കാണുന്ന ഈ സൃഷ്ടിചരാചരങ്ങളെല്ലാം അന്ത്യനാളായാൽ വാചാലമാകും. അവ വാചാലമാകും. എന്തുകൊണ്ടാണ് വാചാലാണത്? ബി അന്ന റബ്ബക ഔഹലഹ, ബി അന്ന റബ്ബക്, കാരണം താങ്കൾ ഔഹാലഹ ആ ഭൂമിക്ക് ബോധനം നൽകിയിരിക്കുന്നു. ബോധനം നൽകിയപ്പോൾ എന്ത് ചെയ്തു? ഭൂമിനോട് സംസാരിക്കാൻ പറഞ്ഞു, ഭൂമി സംസാരിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാം, അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ വായക്ക് സീല് വെക്കും.
പിന്നെ മനുഷ്യരോട് മനുഷ്യരുടെ കണ്ണ് കാത് തൊലി ഇവയൊക്കെ സംസാരിക്കും. മനസ്സിലല്ലേ? അപ്പം മനുഷ്യർ ചോദിക്കും ലിമ ഷഹിത്തും അലൈന, കണ്ണിനോട് പറയും, കാതിനോട് പറയും, ത്വക്കിനോട് പറയും, നിങ്ങൾ എന്തിനാണ് നമുക്കെതിരിൽ സാക്ഷി പറഞ്ഞത്? അപ്പോൾ കണ്ണും കാതും, കണ്ണ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, കാത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ത്വക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, കൈക്കാലുകൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ പറയും അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈ. എന്താ അതിൻ്റെ അർത്ഥം? അൻതഖന, ഞങ്ങളെ സംസാരിപ്പിച്ചിരിക്കുന്നു. ആര്? അള്ളാഹു. അല്ലദീ, എങ്ങനെയുള്ള അള്ളയാണ്? അൻതഖ കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും ആരാ സംസാരിപ്പിച്ചത്? അള്ളാഹുവാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് എന്ന് അന്ന് കണ്ണും കാതും ത്വക്കും മനുഷ്യനോട് പറയുമെന്നാണ്. അപ്പോൾ പിന്നെ ഭൂമി മൂകമാണെങ്കിലും വാചാലമായി അത് സാക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ചെയ്തികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യന്മാരുടെ ചെയ്തികൾ അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ സാക്ഷ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് സാക്ഷ്യപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായ? അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ, റബ്ബ് ബോധനമേകിയതിനാൽ ഭൂമി അതിൻ്റെ അഖ്ബാറൊക്കെ എന്ത് ചെയ്യും? പറയും എന്നുള്ളതാണ്. ഔഹാല ലഹ എന്ന് പറഞ്ഞാൽ ഔഹ ഇലൈഹ, അതിന് ബോധനം നൽകി. വ ഔഹ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത. വ ഔഹ റബ്ബുക, നിന്റെ റബ്ബ് ബോധനം നൽകിയിരിക്കുന്നു ഇലൻ നഹൽ, തേനീച്ചക്ക്. എന്തിന്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ അതിൻ്റെ വീടുണ്ടാക്കാൻ, തേനീച്ചകൾ അതിൻ്റെ ഭവനങ്ങൾ ഉണ്ടാക്കാൻ റബ്ബ് അതിന് ബോധനം നൽകി എന്ന് പറഞ്ഞ്, അതേപോലെ ഭൂമിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകും. അപ്പോൾ ഭൂമി സംസാരിക്കും. തയ്യിബ്, യൗമഇദിൻ യസ്ദുറുന്നാസ് അഷ്താതൻ ലിയുറൗ അഅമാലഹും. യൗമഇദിൻ, ആ ദിവസം. ഏത് ദിവസം? ഭൂമി രൗദ്രമായി വിറകൊള്ളുകയും ഭൂമി അതിലെ ഭാരങ്ങൾ പുറത്തിടുകയും മനുഷ്യൻ ഭൂമിക്ക് എന്ത് പറ്റി ഇങ്ങനെ വിറക്കൊള്ളാൻ, ഭാരങ്ങളെ പുറത്തെറിയുവാൻ എന്ന് പറയുകയും ചെയ്യുന്ന ആ ദിവസം യസ്ദുറുന്നാസ്, ജനങ്ങൾ പുറപ്പെടും. യസ്ദുറു എന്ന് പറഞ്ഞാൽ യഖ്റുജുന്നാസ്, ജനങ്ങൾ പുറപ്പെടും. അഷ്താതൻ ഷത്തുൻ, അഷ്താത്ത് എന്നാൽ ജമാഅത്ത്, മുതഫർരിഖാത്ത്. എന്താ അതിൻ്റെ അർത്ഥം? സംഘങ്ങളായി, കൂട്ടങ്ങളായി. അഷ്താത്ത് എന്നാൽ ജമാഅത്ത്, മുതഫർരിഖാത്ത് കൂട്ടങ്ങളായി, സംഘങ്ങളായി. ഷത്തുൻ അഷ്താത്ത്, ഷത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം, അഷ്താത്ത് കൂട്ടങ്ങൾ. അതിൻ്റെ ഏകവചനം ഷത്ത്. ഷത്തുൻ അഷ്താത്ത്, കൂട്ടങ്ങളായി. അപ്പോൾ യൗമഇദിൻ യസ്ദുറുന്നാസു അഷ്താതൻ, കൂട്ടങ്ങളായി ജനങ്ങൾ പുറപ്പെടും. എന്തിനാണ് കൂട്ടങ്ങളായിട്ട് ജനങ്ങൾ പുറപ്പെടുന്നത്? ലിയുറൗ എന്നാണ്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നർത്ഥം. യുറൗ, അവർ കാണപ്പെടുന്നതിന്. ലിയുറൗ, അവർ കാണപ്പെടുന്നതിന്. എന്ത് കാണപ്പെടുന്നതിന്? അഅമാലഹും, അവരുടെ അമലുകൾ, അവരുടെ പ്രവൃത്തികൾ, തങ്ങളുടെ ചെയ്തികൾ, കർമ്മങ്ങൾ, അത് കാണപ്പെടുന്നതിന് വേണ്ടി കൂട്ടങ്ങളായി ജനങ്ങൾ യസ്ദുറു പുറപ്പെടും. എവിടുന്നാ കാണുക? എവിടുക്ക പുറപ്പെടുക കർമ്മങ്ങൾ കാണാൻ? ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പുറപ്പെടും. മഹ്ശറിൽ ഇതൊക്കെ കാണും. മനസ്സിലായേ? അതേപോലെ മഹ്ശറിൽ നിന്ന് ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അവിടെ പോയാലും കർമ്മങ്ങൾ കാണാം, അല്ലെങ്കിലോ നരകത്തിലേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അവിടെയും എന്ത് ചെയ്യാൻ പറ്റും? കർമ്മങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ യൗമഇദിൻ, ആ ദിവസം ആയാൽ യസ്ദുറുന്നാസ്, ജനങ്ങൾ പുറപ്പെടും അഷ്താതൻ, കൂട്ടങ്ങളായി. ലിയുറൗ അഅമാലഹും, തങ്ങളുടെ കർമ്മങ്ങൾ കാണപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ മഹ്ശറിലെത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങൾ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിയിൽ കർമ്മങ്ങളെ കാണിക്കും. മനസ്സിലായേ? അവിടെ യുറ എന്ന് പറഞ്ഞേ, ഈ റുയത്ത് ഒന്നുകിൽ ബസർ കൊണ്ടുള്ള റുയാകാം,
ബസർ കൊണ്ടുള്ള റുയ എന്താ? കണ്ണുകൊണ്ടുള്ള കാഴ്ച. അല്ലെങ്കിൽ ഖൽബ് കൊണ്ടുള്ള റുയ അതെന്താ? ഇൽമ്, അറിവ്. അപ്പോൾ ലി യുറവ് എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയെന്നും പറയാം, കാണാൻ വേണ്ടിയെന്നും പറയാം. അല്ലേ? ലി യുറവ് ആമാലവും. നമ്മൾ സൂറത്ത് നബഇൻ്റെ അമ്മ യത്സാലുവിൻ്റെ അവസാനത്തെ ആയത്ത് എന്താ? യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു. യൗമ യൻദുറുൽ മർഉ, മനുഷ്യൻ നോക്കും, മാ ഖദ്ദമത് യദാ, തൻ്റെ കൈകൾ കാലേ കൂട്ടി ചെയ്തത്. അപ്പോൾ മനുഷ്യരുടെ കൈകൾ കാലേ കൂട്ടി ചെയ്ത കർമ്മങ്ങൾ മനുഷ്യർ യന്തുറു എന്നാണ്. എന്താ യന്തുറു എന്ന് പറഞ്ഞാൽ? നോക്കുന്നതാണ്. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഉണ്ടാവും. നല്ലതാണെങ്കിലും മനുഷ്യൻ നോക്കിക്കാണും, തിന്മയാണെങ്കിലും മനുഷ്യന് നോക്കിക്കാണും. മനസ്സിലല്ലേ? തിന്മകൾ നോക്കിക്കാണും, നന്മയും നോക്കിക്കാണും. അപ്പോൾ അതാണ് അത് കാണാൻ വേണ്ടിയിട്ട് വിചാരണയുടെ വേദിയിൽ മനുഷ്യന്മാർ അവരുടെ കർമ്മങ്ങൾ കാണും. വേറെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വവജദു മാ അമിലു ഹാദിറ. വവജദു അവർ കാണും, മാ അമിലു അവർ പ്രവർത്തിച്ചത് ഹാദിറൻ. എന്താ ഹാദിർ? ഇപ്പോൾ ഞാനിവിടെ അറ്റൻഡൻസ് എടുക്കുകയാണെങ്കിൽ ഓരോരുത്തർ പറയില്ലേ മുഹമ്മദ് ഹാദിർ, അഹമ്മദ് ഹാദിർ. എന്താ ഹാദിർ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഉണ്ട് എന്നാണ്, ഹാജരായിട്ടുണ്ട് എന്നാണ്. അതേപോലെ വവജദു മാ അമിലു തങ്ങൾ ചെയ്തത് അവർ കാണും, ഹാദിറൻ അവിടെ സന്നിഹിതമായതായിട്ട്, ഹാജരായിട്ട്. അപ്പോൾ കർമ്മങ്ങൾ വിചാരണയുടെ വേദിയിൽ അവിടെ ഉണ്ടാവും, അവിടെ വരും. അപ്പോൾ മനുഷ്യന്മാർ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. വേറെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇൻ. യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും കാണുന്ന ദിവസമാണ് പരലോകം. എല്ലാ മനുഷ്യരും കാണും. എന്ത്? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ, അത് ചെയ്ത നന്മ. എങ്ങനെ കാണുന്നതാണ്? മുഹ്ദറൻ, ഹാജരാക്കപ്പെട്ടതായി. അപ്പം മനുഷ്യർ ചെയ്ത എല്ലാ നന്മയും മുഹ്ദറായിട്ട് കാണുന്നതാണ്, ഹാജറായിട്ട് കാണാം. പരലോകത്ത് അവിടെ ഉണ്ടാവും. പിന്നെ യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും കാണുന്നതാണ്. എന്ത്? മാ അമിലത് മിൻ ഖൈരിൻ, അത് ചെയ്ത നന്മ. മുഹ്ദറൻ, എങ്ങനെ കാണാം? ചക്രവാളത്തിൽ ഇങ്ങനെ അവിടെ എവിടെയും ഇങ്ങനെ മിന്നിയും അറിയണതല്ല, പിന്നെയോ ഹാജറാക്കപ്പെട്ടതായിട്ട് കാണുന്നതാണ്, മുഹ്ദറായിട്ട് കാണുന്നതാണ്. സൂറത്ത് ആലി ഇമ്രാനിൽ മുഹ്ദറൻ എന്നാ പറഞ്ഞത്. വമാ അമിലത് മിൻ സൂഇൻ, അത് ചെയ്ത തിന്മയും കാണുന്നതാണ്. എങ്ങനെ കാണും? മുഹ്ദറൻ, ഹാജരാക്കപ്പെട്ടതായിട്ട് കാണും. അപ്പോൾ പിന്നെ കാണാൻ വേണ്ടിയിട്ട് പോകും എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കർമ്മങ്ങൾ അവിടെ ഹാജരായിരിക്കും. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൽബുകൊണ്ട് അറിയാൻ പ്രയാസമല്ല. മനസ്സിലല്ലേ? അപ്പോൾ കേവലം കൽബുകൊണ്ടുള്ള അറിയൽ മാത്രമല്ല, പിന്നെയോ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുക തന്നെ ചെയ്യും, ഓരോരുത്തർക്കും കാണിച്ചു തരും. അപ്പോൾ യൗമഇദിൻ യസ്ദുറുന്നാസ് അശ്താതൻ ലിയുറൗ അഅമാലഹും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. കാണാൻ വേണ്ടിയിട്ട് പോവല്ല, പോയിട്ടുണ്ട് എങ്കിൽ വലുത് മാത്രമേ അവിടെ കിട്ടുള്ളൂ. ചെറുതൊക്കെ മിന്നെ പോകുന്ന അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കി നിങ്ങൾ, ഫമൻ യഅമൽ. ഫ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിവിടെ വ്യാകരണം പറയാത്തതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഫ എന്ന് പറഞ്ഞാൽ തഫ്രീഇൻ്റെ ഫ എന്നതിന് പറയും. മൻ യഅമൽ, വല്ലവനും ചെയ്താൽ പ്രവർത്തിച്ചാൽ, മൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ. മിസ്ഖാൽ എന്ന് പറഞ്ഞാൽ മീസാൻ എന്നർത്ഥം. മീസാൻ. വസിൻ എന്ന് അർത്ഥമുണ്ട്, തൂക്കം എന്നുള്ള അർത്ഥത്തിനും പറയും, തൂക്കണ സാധനത്തിനും പറയും, തൂക്കണീനും പറയും, തൂക്കത്തിനും പറയും. മിസ്ഖാലും മീസാനും ഒരേ അർത്ഥത്തിലാണ്. തൂക്കണ സാധനവും തൂക്കവും. ഇവിടെ തൂക്കം. മിസ്ഖാല ദർറത്തിൻ. ദർറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദർറ എന്നുള്ളത് അതിൻ്റെ അസിൽ പ്രയോഗം ഈ ചെറിയ ഉറുമ്പിനാ പറയാം. നംലത്ത് സഗീറ, ചെറിയ ഉറുമ്പ്, ചുവന്ന ചെറിയ ഉറുമ്പിനാണ് ദർറത്ത് എന്ന് പറയാം. ദർറത്ത്. പിന്നെ ഏറ്റവും ചെറുതിനൊക്കെ എന്ത് ചെയ്യും? ഈ ദർറത്ത് പ്രയോഗിക്കും. ഏറ്റവും ചെറുതിനൊക്കെ പിന്നെ ദർറ പ്രയോഗിക്കും. ഇപ്പം നമ്മൾ പിന്നെ സൂര്യപ്രകാശത്തിൽ നമ്മൾ ഇത് കാണൂലേ, എന്ത്? ഈ പൊടി കാണും. അതൊക്കെ ദർറയാണ്. അത് ഇതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായോ? നേരിട്ട അർത്ഥത്തിലല്ല. നേരിട്ട അർത്ഥം
ദൃഷ്ടിയിൽ ഇപ്പം നമ്മൾ കാണുന്നതിൽ ഏറ്റവും ചെറിയൊരു ജീവിയാണെന്ത്? ചെറിയ ചുവന്ന ഉറുമ്പ്, ചെറിയ ഉറുമ്പ്. പിന്നെ ദർറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പരമാണു, അതിന് പറയും ദർറത്ത്. അറബിയിൽ പറയും മിൻ അസ്ഗരി ദർറത്തിൻ ഇല അക്ബരി മജറ എന്ന് പറയും. മിൻ അസ്ഗറി ദർറ ഇല അക്ബരി മജറ എന്ന് പറയും. പരമാണു മുതൽ പരമകാഷ്ഠയിലുള്ള വലിയ നക്ഷത്രം വരെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ പരമാണു എന്ന് നമുക്ക് ഇതിന് ഉദ്ദേശാർത്ഥം പറയാം. മിസ്കാല ദർറത്തിൻ, പരമാണുവിൻ്റെ തൂക്കം, പരമാണുവിൻ്റെ തൂക്കം. മൈ അമൽ മിസ്കാല ദർറത്തിൻ, പരമാണുവിൻ്റെ തൂക്കം. മിസ്കാൽ, വല്ലവനും പ്രവർത്തിച്ചാൽ, എന്ത് പ്രവർത്തിച്ചാൽ? ഖൈറൻ, ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ, നല്ലത്, നല്ലത് പ്രവർത്തിച്ചാൽ. യറഹു, എന്താ യറഹു? യറഹു, ഈ മന്നറില്ലേ, അവൻ യറ, അവൻ കാണും, ഹു അത് കാണും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹു, പരമാണുവിൻ്റെ തൂക്കം നന്മ പ്രവർത്തിച്ചവൻ യറഹു, അവനത് കാണും. അത് കാണാനല്ലേ പോണത്? ലിയറോ അമാൽ, അത് കാണാനാണ് പോണത്. അപ്പോൾ പരമാണുവിൻ്റെ തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അവിടെ കാണും, കണ്ടെത്തും. വമൻ യഅമൽ, എന്താ വമൻ യഅമൽ? വല്ലവനും ചെയ്താൽ മിസ്കാല ദർറത്തിൻ, ദർറത്തിൻ്റെ തൂക്കം. ഷർറൻ, ഷർറ് തിന്മ, ഷർറന തിന്മ. യറഹു, തിന്മ ചെയ്തവനും അത് കാണും. യറഹു, അത് കാണും. അത് കണ്ടിട്ട് ഖലാസ് സലാമത്തായിട്ട് പോവുക. എന്തിനത് കാണുന്നത്? എന്തിനത് കാണിക്കണത്? എന്തിനാ പരമാണുവിൻ്റെ തൂക്കം നന്മ എന്തിനാ കാണുന്നത്, കാണിക്കണത്? അതിലെന്തുണ്ട്? രക്ഷ, ശിക്ഷ ഉണ്ട്. പരമാണുവിൻ്റെ തൂക്കം നന്മ ചെയ്തവൻ അവിടെ രക്ഷ ഉണ്ട്. പരമാണുവിൻ്റെ തൂക്കം തിന്മ ചെയ്തവൻ അവിടെ എന്തുണ്ട്? വിചാരണയുണ്ട്. മനസ്സിലായി? അപ്പോൾ അതിനെ തുടർന്നുള്ള വിചാരണ ഉണ്ട്. ആ വിചാരണയെ തുടർന്ന് രക്ഷശിക്ഷകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതും കാണിക്കണതും. അപ്പോൾ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു. ഈ രണ്ട് ആയത്തുകൾ, സൂറത്ത് സൽസലയിലെ ഈ രണ്ട് ആയത്തുകൾ, ഇതിനാണ് അൽ ജാമിഅത്തുൽ ഫാദ എന്ന് പറയാം. അൽ ജാമിഅത്തുൽ ഫാദ. ഇതാരിൽ കേട്ടണേ ഈ പ്രയോഗം? അൽ ജാമിഅത്തുൽ ഫാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണിത്. ഈ ആയത്തിനുള്ള പേരാണ്, ഈ രണ്ട് ആയത്തുകൾക്കുള്ള പേരാണ് അൽ ജാമിഅത്തുൽ ഫാദ. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ നന്മകളെയും എല്ലാ തിന്മകളെയും ഉൾക്കൊണ്ട രണ്ട് ആയത്തുകളാണിത്. എല്ലാ നന്മകളും ആരും ഉൾക്കൊണ്ടിട്ടുണ്ട്? നന്മകളെയും ഈ ആയത്തുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാ തിന്മയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും തിന്മ എന്ത് എന്നുള്ളതും ഈ ആയത്തുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ജാമിഅത്തുൽ ഫാദ എന്നതിന് പറയാം. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ കുതിരയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, കുതിര പിന്നെ എന്താണ്? അത് അജിറാണ്, സിത്റാണ്, വിസറാണ് എന്നതാണ്. അജിർ ആണ്, പിന്നെ അത് സിത്റാണ്, വിസറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുതിര ആർക്കാണ് അജിർ? കുതിരയെ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്നവന്. കുതിര ആർക്കാണ് സിത്ർ? ഒരാൾ കുതിരയെ വളർത്തി, അയാൾ എന്തിനാണ് കുതിരയെ വളർത്തിയത്? അതിനാൽ അയാളുടെ ഉപജീവനം യാചനയും മറ്റൊന്നുമില്ലാതെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലല്ലേ? അയാൾ എന്നാലും പിന്നെ കുതിര അയാൾക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്, അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്? കുതിരയെ നോക്കുന്നത്. അതുകൊണ്ട് കുതിര അയാൾക്ക് എന്താണ്? സിത്റാണ്, മറയാണ്, ശിക്ഷയിൽ നിന്നും മറ്റൊക്കെയുള്ള മറയാണ്. കുതിര എപ്പോഴാണ് വിസറാകുന്നത്? കുതിര വിസറാകുന്നത് ലോകമാന്യതയ്ക്ക് വേണ്ടി. മനസ്സിലായി? അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ തോൽപ്പിക്കാനെന്ന് നിൽക്കുക ഒരാൾ കുതിരയെ വളർത്തുക, അങ്ങനെ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കുതിരനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ കുതിര ഒരാൾക്ക് എന്താണ്? കുറ്റമാണ്, ഭാരമാണ്. അപ്പോൾ കുതിര അജിറാണ്, സിത്റാണ്, വിസറാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, കഴുതയെന്ന് ചോദിച്ചു. ഹുമുർ, കഴുതയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴുതയെക്കുറിച്ച് എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് അൽ ജാമിഅത്തുൽ ഫാദയിലുള്ള ഈ പിന്നെ ആശയാണ്. അൽ ജാമിഅത്തുൽ ഫാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്ത്? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അപ്പോൾ കഴുതയെ നന്മക്ക് നല്ല രീതിയിലാണ് എങ്കിൽ നല്ലത് കിട്ടും, തിന്മയ്ക്ക് രീതിയിലാണ് എങ്കിൽ ഉപയോഗിച്ചെങ്കിൽ അതിന്
തിന്മ കിട്ടും എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുതയുടെ വിഷയത്തിൽ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഈ ജാമിയത്തുൽ ഫാദയിലുള്ളതാണെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ജാമിയത്തുൽ ഫാദയിലുള്ളതാണ്. നമ്മളുടെ വിഷയം എന്താണ്? റസൂലുള്ള ഈ എന്നിട്ട് ഓതിയത് എന്താണ്? ഈ 2 ആയത്തുകളാണ്. അപ്പോൾ ഈ 2 ആയത്തുകൾക്ക് എന്താ പറയുക? അൽ ജാമിയത്തുൽ ഫാദ എന്നാ പറയും. അമൂല്യവത്തായ സമഗ്ര ആശയങ്ങളടങ്ങിയ 2 വചനങ്ങൾ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. റസൂലുള്ള ഈ 2 ആയത്തുകൾക്ക് അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അത് സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫറസ്ദഖ് അറിയോ? ആരോ ഫറസ്ദഖ്? ഫറസ്ദഖ് കവിയാണ്, അറിയപ്പെട്ട കവിയാണ് ഫറസ്ദഖ്. ഈ കട്ടിയുള്ള റൊട്ടിക്കാണ് ഫറസ്ദഖ് എന്ന് പറയാം. അല്ല, കട്ടിയുള്ള റൊട്ടി ഉണ്ടല്ലോ, അഫ്ഗാനി റൊട്ടിയൊക്കെ അല്ലേ, അതെ, അങ്ങനത്തെ റൊട്ടിക്കാണ് ഫറസ്ദഖ് എന്നാണ്. ഇയാളുടെ പേര് ഹുമാം ഇബ്നു ഗാലിബ് എന്നാണ്. ഹുമാം ഇബ്നു ഗാലിബ്. ഇയാൾ അമവികളുടെ ഖിലാഫത്തിലാണ് പ്രസിദ്ധനായ കവി. ഇയാൾക്കൊരു വല്യപ്പണ്ടായിരുന്നു, ഈ ഫറസ്ദഖിന്, ഹുമാം ഇബ്നു ഗാലിബിന് ഒരു വല്യപ്പണ്ടായിരുന്നു. അയാളുടെ പേര് സഅസഅ ഇബ്നു നാജിയ എന്നാണ്. സഅസഅ ഇബ്നു നാജിയ. ഈ സഅസഅ ഇബ്നു നാജിയ സഹാബിയാണ്. ഇയാൾ സഹാബിയാണ്. ഈ സഅസഅന്റെ മകൻ, ഗാലിബിൻ്റെ മകനാണ് ഹുമാം. അയാളാണ് ആര്? ഫറസ്ദഖ്, കവി, അമവികളുടെ ഖിലാഫത്തിൽ പ്രസിദ്ധനായ കവി. തമീമിയാണ്, ബനു തമീം ഗോത്രക്കാരാണ് ഫറസ്ദഖ്. 3 കവികളാണ്, അഖ്തൽ, ജരീർ, പിന്നെ ഫറസ്ദഖ്. 3 കവികളാണ്. പക്ഷേ ഇവരുടെ കവിതൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കലാഭാവന ഉള്ളവരാണെങ്കിലും ഇവർ തെറിപ്പാട്ടിലാണ് പ്രസിദ്ധരായത്. തെറി, അങ്ങോട്ടും ഇട്ടും ഈ തെറി പറയുന്ന വിഷയത്തിൽ. അത് നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം ഇപ്പം പിന്നെ ഈ ഫറസ്ദഖിൻ്റെ വല്യപ്പ പിന്നെ ഇബ്നു നാജിയ സഹാബിയാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്, ഇസ്ലാമിലും 60 കൊല്ലം ജാഹിലിയത്തിലും 60 കൊല്ലം ജീവിച്ച ആളാണ് ഇയാളുടെ പ്രത്യേകത അതാണ്. 120 വർഷം ജീവിച്ചു. അത് ഇസ്ലാമിൽ 60, ജാഹിലിയത്തിൽ 60. പിന്നെ അല്ല, ഇസ്ലാമിൽ എന്നിട്ടാണ് അയാളുടെ മരണം. ഇസ്ലാമിൽ 60, ജാഹിലിയത്തിൽ. ഇയാളുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ മീറ്റ് ചെയ്തിട്ട് ഈ മനുഷ്യൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച്, ഖുർആനെ കുറിച്ച് ചോദിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അയാൾക്ക് ഓതിയത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്നാണ്. അത് റസൂലിൻ്റെ ഓതിയപ്പോൾ അയാൾ പറഞ്ഞു ഹസ്ബി, ദാ ഹസ്ബി അറ, എനിക്ക് മതി, ഇനിയൊന്നും പറയണ്ട. അത് കേട്ട അയാൾ ഇസ്ലാം സ്വീകരിച്ച് ഖലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ മുമ്പിൽ ഓതിയത് ഈ 2 ആയത്തുകളാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ഹസ്ബി, എനിക്ക് മദീന. ഇയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയത്തിൽ തന്നെ നല്ല ഒരു പിന്നെ ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫറസ്ദഖ് പറയാറുണ്ട്, ഇവർ തമ്മിലുള്ള ഈ അങ്ങോട്ടുള്ള ഫൈറ്റിങ്ങിൽ ഇയാൾ പറയാറുണ്ട്, എൻ്റെ വല്യപ്പ പിന്നെ ജാഹിലിയത്തിൽ 300 പെൺമക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാണ്. ജാഹിലിയത്തിൽ പെൺമക്കൾ എന്ത് ചെയ്യുമായിരുന്നു? ജാഹിലി അറബികളിൽ ചില ഗോത്രങ്ങളിൽ പെൺമക്കളെ കുഴിച്ചു മൂടും. അറബികളിൽ ചില ഗോത്രങ്ങൾ പിന്നെന്ത് ചെയ്യുമായിരുന്നു? അവരുടെ പെൺമക്കളെ കുഴിച്ചു മൂടുമായിരുന്നു. പല കാരണങ്ങളാൽ അറബികൾ എന്ത് ചെയ്യുമായിരുന്നു? നബി മതങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ പെൺമക്കളെ കുഴിച്ചു മൂടുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ സഅസ ആർക്കെങ്കിലും പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അയാളെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് ആ പെൺകുട്ടിയെ ഏറ്റെടുക്കും. അങ്ങനെ 300 പെൺകുട്ടികളെ ഇയാൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്, അയാളെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. എന്നിട്ട് പെൺകുട്ടികൾ വളർന്ന് വലുതായിട്ടുണ്ട് എങ്കിൽ രക്ഷിതാക്കൾ വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കും. അതില്ല എങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ആളാരാണ്? ഈ സഅസയാണ്. മനസ്സിലായി? സഅസഅ ഇബ്നു നാജിയ. അതാണ് അയാളുടെ പ്രത്യേകത. അപ്പോൾ അയാൾ അത്ര നല്ലൊരു പിന്നെ ബുദ്ധിയും മാന്യതയുള്ളൊരു മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ദീൻ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കേട്ടത് ഇതാണ്. ഈ വചനങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം ഹസ്ബി, എനിക്കിത് മതി എന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ ആയത്ത് 2 അത് ഉൾക്കൊള്ളുന്ന ആശയം അത്രമാത്രം ബൃഹത്തായ ആശയങ്ങളാണ്. അതുകൊണ്ടാണ് കഅബുൽ
കാബുൽ അഹ്ബാർ പറഞ്ഞ തഫ്സീറുകളിൽ കാണാം, പിന്നെ മുഹമ്മദിന് 2 ആയത്തുകൾ അവതീർണമായിട്ടുണ്ട്. ആ 2 ആയത്തുകൾ സബൂറിലെയും തൗറാത്തിലെയും ഇഞ്ചിയിലെയും മുഴുവൻ സന്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. മുഹമ്മദിന് 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ആയത്തുകൾ തൗറാത്തിലെയും ഇഞ്ചിയിലെയും സബൂറിലെയും മുഴുവൻ സന്ദേശങ്ങളെയും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? കാബുൽ അഹ്ബാർ പറഞ്ഞത്. ആ 2 ആയത്തുകൾ ഏതാണ്? ഈ സൽസലയുടെ സൂറത്ത് സൽസലയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അത് ഒരു ദർറയുടെ തൂക്കമാണെങ്കിലും അത് പാഴാവില്ല. ദർറയുടെ തൂക്കമാണെങ്കിലും അത് പാഴാവില്ല. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. അതുകൊണ്ടാണ് സൂറത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംബിയായിൽ നമുക്ക് കാണാം, അള്ളാഹു പറയുന്നത് വനദഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ. ലിയൗമിൽ ഖിയാമ പിന്നെ വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീന. അതായത് വനദഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിന് വേണ്ടിയിട്ട് അള്ളാഹു നീതിയുടെ തുലാസ് വെക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, ഒരു മനുഷ്യനും ഷൈഅൻ അല്പം പോലും അന്യായത്തിന് വിധേയമാക്കപ്പെടില്ല. എന്നിട്ട് അള്ളാഹു പറയണം വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. എന്താ ഖർദൽ? ഖർദൽനാ കടുകുമണി. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, മനുഷ്യരുടെ കർമ്മം ഒരു കടുകുമണിയുടെ മിസ്കാൽ തൂക്കമുള്ളതാണെങ്കിലും അതൈനാ ബിഹ, അള്ളാഹു പറയണം അതൈനാ ബിഹ, നാം ആ കർമ്മത്തെ കൊണ്ടുവരും. എവിടേക്ക് കൊണ്ടുവരും? മീസാനിലേക്ക് കൊണ്ടുവരും, നീതിയുടെ തുലാസിലേക്ക് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, അള്ളാഹു പറയാണ് വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ നാം മതി, വിചാരണ നടത്താൻ നാം മതി. അപ്പോൾ മനുഷ്യരുടെ കർമ്മങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും ചെറുതാണെങ്കിലും അത് ദർറയുടെ തൂക്കമാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്ന് അള്ളാഹു പറയുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? മനുഷ്യനെ കാണിപ്പിക്കുകയും ചെയ്യും, മനുഷ്യനെ കാണിപ്പിക്കുകയും ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലത് കാണാം, അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. തിന്മയാണ് എങ്കിൽ ആ തിന്മയും കാണാം. അള്ളാഹു നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഇതാണ് സൂറത്തുൽ സൽസല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ചെയ്തികളായിട്ട് അന്ത്യനാളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചിട്ട് ഇത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാനുള്ള വസ്തുക്കൾ എന്തൊക്കെ ചെയ്തികളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ ദുനിയാവിൽ നമ്മൾ എന്താണ് അവിടെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതിവിടെ നമുക്ക് വരുമാനമായിട്ടുണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ല? അവിടെ എന്ത് നമ്മൾ കാണാൻ പാടില്ല നമ്മൾ ഇവിടുന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ രഹസ്യവും പരസ്യവും നമ്മുടെ രാവും പകലും നമ്മളുടെ ആൾക്കൂട്ടത്തിലുള്ള അവസ്ഥയും ആളൊഴിഞ്ഞെടുത്തുള്ള അവസ്ഥയൊക്കെ ഒരുപോലെയാവും. അല്ലാഹു കാക്കട്ടെ. നഅൂദുബില്ലാഹ്. ഏതായാലും ഇവിടെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. എന്താ ഇതിന് നമ്മൾ അർത്ഥം പറഞ്ഞാൽ എന്താ? വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ വെളിയിലിട്ടാൽ. സൂറത്തു ഇൻഷിഖാക്കിൽ അള്ളാഹു പറഞ്ഞില്ലേ ഇദ സമാ ഉൻഷഖത്ത് വ അദ്നത് ലിറബ്ബിഹ വ ഹുഖത്ത്. പിന്നെന്താ പറഞ്ഞത്? വ ഇദൽ അർദു മുദ്ദത്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? വ അൽഖത്ത് മാ ഫീഹ വ തഖല്ലത്ത്. അതാണ് ഈ ആയത്ത്. എന്താണ്? വ ഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നിരത്തപ്പെടും. വ അൽഖത്ത് മാ ഫീഹ, ഭൂമി അതിലുള്ളത് എന്ത് ചെയ്യും? അൽഖത്ത്, വെളിയിലിടും. വ തഖല്ലത്ത്, എന്നിട്ട് ഭൂമി എന്താകും? തഖല്ലത്ത്, ഭാരങ്ങളിൽ നിന്ന് വിമുക്തയാകും. ഭൂമിയിലുള്ള ഭാരങ്ങളെ വെളിയിലേക്കിടും, എന്നിട്ട് ഭൂമി ഭാരവിമുക്തമാകുന്നതാണ്. വ അൽഖത്ത് മാ ഫീഹ വ തഖല്ലത്ത്. അതാണ് ഇവിടെ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. വഖാലൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹ യൗമഇദിൻ യസ്ദുറു الناس അഷ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഭൂമിയെക്കുറിച്ച്, അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. അലം നജ്അലിൽ അർള്, ഭൂമിയെ നാം ആക്കിയിട്ടുണ്ട് കിഫാത്തൻ, മതിയായത്. ആർക്ക്? അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. അപ്പോൾ ഭൂമിക്കുപരിയിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഭൂമി മതി, മരിച്ചവർക്കും ഭൂമി മതി അവരെ ഉൾക്കൊള്ളാൻ. ഭൂമിക്കുപരിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ജിന്നുണ്ട്, ഇൻസുണ്ട്.
മനസ്സിലായില്ലേ? മറ്റു ചരാചരങ്ങളും ഉണ്ട്, വിധിവിലക്കുകൾ മനുഷ്യനും ജിന്നിനുമാണ്, മനസ്സിലല്ലേ? അപ്പോൾ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭൂഗർഭം ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ വിശദവിവരങ്ങൾ അത് തന്നെ നമുക്കറിയില്ല, അല്ലാഹു ആലം. അങ്ങനെയുണ്ട്. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ അമലുകളെ അള്ളാഹു പാർശ്വങ്ങൾ കൊണ്ട് മറക്കും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ചില ആളുകളെ വിചാരണക്കെടുക്കുമ്പോൾ അവരുടെ വിചാരണ പിന്നെ അവരുടെ ഭക്തിയും സൂക്ഷ്മതയും കാരണത്താൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മറയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിചാരണ എങ്ങനെയാണ്? വിചാരണ സാക്ഷികളെ നിർത്തിയിട്ടാണ്. നബിമാരുണ്ടായിരിക്കും, സാക്ഷികളുണ്ടായിരിക്കും, ഓരോരുത്തരെയും അള്ളാഹു വിചാരണ നടത്തും. അപ്പോൾ ഈ സാക്ഷികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില തെറ്റുകളെ മറച്ചുകൊണ്ട് ദാസനോട് മാത്രം എന്ത് ചെയ്യും? വിചാരണ നടത്തും. ചില ആളുകളെ അള്ളാഹു വിചാരണ നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കെനഫ് കൊണ്ട്, പാർശ്വം കൊണ്ട് അള്ളാഹു അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുകൊണ്ടായിരിക്കും വിചാരണ നടത്തുക എന്നാണ് അത്തരം വ്യക്തികളെ. പക്ഷേ അവിടെയും എന്താണ്? അയാളുടെ കർമ്മം കാണിച്ചു കൊടുക്കും. ഇത് നിൻ്റെ തെറ്റല്ലേ എന്ന് ചോദിക്കും, ഇന്ന സമയത്ത് നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇത് തെറ്റല്ലേ, ഇന്ന സമയത്ത് നീ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അള്ളാഹു അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? വിചാരണ ചെയ്യുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ചെയ്ത ഈ തെറ്റുകൾ അത് മാലോകരിൽ നിന്ന് ഞാൻ മറച്ചു, ഇവിടെ വെച്ച് ഞാൻ ഇതാ നിനക്കത് മാപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് അവന് പൊറുക്കുകയും ചെയ്യുമെന്നാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹിൻ്റെ ആദരവാണ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് ചിലരെ വിചാരണക്കെടുക്കുമ്പോൾ അവരുടെ വിഷയത്തിൽ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, അത് നമ്മൾ മറന്നുപോയി. ഇവിടെ പറയേണ്ട ഒരു സംഗതിയാണ്. മൈ ആമൽ മിസ്കാല ദർറത്തിൻ ഖൈറയ്യറ, മിസ്കാല് ദർറ ഖൈറായിട്ട് വരുന്നവർക്ക് അത് അവിടെ കാണാം എന്നാണ്. അപ്പോൾ അവിശ്വാസികൾ, കുഫാർ, അവിശ്വാസികൾ ഇവിടെ നന്മ ചെയ്യുന്നില്ലേ, അതവിടെ കാണുമോ? അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് നമ്മൾ വിട്ടുപോയി. അവിശ്വാസികൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാണ് നമ്മളിവിടെ വിലയിരുത്തുകയാണ് അല്ലേ? അവരും പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പുനരധിവാസങ്ങളും അതേപോലെ തന്നെ കുറേ പ്രവൃത്തികൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചില രംഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിമീങ്ങളെക്കാൾ അമുസ്ലിമീങ്ങളായിരിക്കും അത്തരം പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടേത് അവിടെ കാണുമെന്നുള്ളതാണ്. ഇവിടെ കിട്ടും, അവിടെ കിട്ടും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യമാകാൻ ഈമാനിൻ്റെ അസ്ഥിവാരത്തിലായിരിക്കണം ആ പ്രവൃത്തി ചെയ്യേണ്ടത്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഒരു കർമ്മം പുണ്യമാകാൻ, ഖൈറാകാൻ, അത് ഈമാനിൻ്റെ മേൽവിലാസത്തിലാണ് ചെയ്യേണ്ടത്. മനസ്സിലേ? വിശ്വാസ ആയിക്കൊണ്ട് മൻ അമില സ്വാലിഹൻ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് സുഹൃതം ചെയ്യുമ്പോൾ അവർക്കാണെന്ത്? അത് അള്ളാഹിൻ്റെ അടുക്കൽ പുണ്യാകുക. പിന്നെ നമ്മൾ വിധി എഴുതുന്ന, ഭൗതിക ലോകത്ത് നമ്മൾ വിധി എഴുതുന്ന നന്മകൾ, അവിശ്വാസികൾ ചെയ്യുന്ന നന്മകൾ, അതിനെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? പിന്നെ മസലുല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു ദംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅൻ എന്നാണ്. അവിശ്വാസികളുടെ കർമ്മങ്ങൾ ദാഹിച്ചു വലഞ്ഞവന് മുമ്പിലെ മരീചിക പോലെയാണ്. മസലുല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ, അങ്ങനെയാണ്. മസലുല്ലദീന കഫറു, അവിശ്വാസികളുടെ ഉപമ, അഅമാലുഹും അവരുടെ കർമ്മങ്ങൾ, കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹു ദംആനു മാഅ, ദാഹിച്ചു വലഞ്ഞവൻ ആ മരീചിക വിചാരിക്കുന്നത് വെള്ളമാണെന്നാണ്. ഹത്താ ഇദാ ജാഅത്ഹു, ഈ മനുഷ്യൻ ആ മരീചികയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ലം യജിദുഹു ഷൈഅൻ, അത് അവന് ഒന്നുമായിട്ട് കാണാൻ സാധിക്കൂല എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരീചികയോടാണ് അവിശ്വാസിയുടെ കർമ്മത്തെ ഉപമിച്ചത്. അവിശ്വാസി, അവൻ്റെ കർമ്മങ്ങൾ അവൻ്റെ മുമ്പിൽ മരീചികയാണ്. അന്ത്യം ആ കർമ്മങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ലം യജിദുഹു ഷൈഅൻ, എന്താ ലം യജിദുഹു ഷൈഅൻ എന്നാണ്? അവനത് ഒന്നും കാണാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും അവൻ്റെ ആ കർമ്മങ്ങളെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. എന്താ? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ അവിശ്വാസികൾ ചെയ്ത കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ചെന്ന് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ അല്ലാഹു
ധൂളികളാക്കി പൊടികളാക്കി പറത്തിവിടുന്നതാണ്. അള്ളാഹുവെ ഉൾക്കൊണ്ട് അള്ളാഹു വിശ്വസിച്ച് അംഗീകരിച്ച് ചെയ്യുന്നവരുടെ അമലേ എന്ത് ചെയ്യുള്ളൂ, അള്ളാഹെങ്കിൽ സ്വീകരിക്കപ്പെടുള്ളൂ. അതില്ല എങ്കിൽ എത്ര വലിയത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ സ്വീകാര്യമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു മരീചിക മാത്രമാണ്. അവിടെ പരലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും അവന് നല്ലതായിട്ട് കാണാനില്ല. പഠിച്ചോൻ അത്തരം കർമ്മങ്ങൾ എടുത്തിട്ട് അത് ധൂളിയാക്കി പറത്തിവിടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാണ്. അതാണ് അവനക്ക് അവിടെ കാണാനുണ്ടാകുക. അവിശ്വാസിക്കൊന്നും കാണാനുണ്ടാവില്ല. തയ്യബ്, അതോടൊപ്പം ഇവിടെ ഉള്ള വിഷയം ദർറത്ത് ചെയ്താൽ കാണാമെന്നാണ്. പരമാണുവിൻ്റെ തൂക്കമുള്ളത് ചെയ്താൽ കാണാമെന്നാണ്. അപ്പം പിന്നെ വലിയത് ചെയ്താലോ? അത് പറയേണ്ട കാര്യമല്ല, നന്നായിട്ട് കാണാമെന്നർത്ഥം. ദർറത്ത് ദർറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശാർത്ഥങ്ങളിൽ ഒന്നാണിത്. ഇങ്ങനെ വെളിച്ചത്തിൽ കാണുന്ന പൊടി അല്ലേ, അതിൻ്റെ തൂക്കമുള്ളത് കാണാമെങ്കിൽ പിന്നെ അതിനെ വലുത് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നന്നായിട്ട് കാണാം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏറ്റവും ചെറുത് പറഞ്ഞു. എന്തിനാ ഏറ്റവും ചെറുത് പറഞ്ഞത്? വലിയത് അത് മിംബാബിൻ ഔല, ഏറ്റവും അർഹമായ നിലക്ക് കാണാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ. അത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മകനെ ഒരു ഖർദലിൻ്റെ, ഖർദൽ എന്ന് പറഞ്ഞാൽ എന്താ? കടുകുമണി. കടുകുമണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എന്താ ചെറുതല്ലേ, നിസ്സാരമാണ്. അതുകൊണ്ടാണ് അറബികൾ കുറുക്കനെ കുറിച്ച് പറയും. പിന്നെ കുറുക്കനെ കുറിച്ച് പറയുന്നത് പറയാറിയോ? കുറുക്കനെ കുറിച്ച് പറയും കബിനി ആവാസാബുൻ സൈദുഹു വൈദ സൈദലാ യുസാവി ഖർദല എന്നാണ്. ചില ആളുകളെ പിടിച്ചാൽ കിട്ടാൻ ഭയങ്കര പണിയാണ്, വലിയ പണിയാണ്. അപ്പോൾ അവനെക്കുറിച്ച് പറയും കബിനി അവൻ കുറുക്കനെ പോലെയാണ്. സാബുൻ സൈദുഹു, കുറുക്കനെ വേട്ടയാടാൻ ഭയങ്കര പ്രയാസ. വൈദ സീത, വേട്ടയാടി പിടിച്ചാലോ ലാ യുസാവി ഖർദല, എന്താ ഒരു കടുകുമണിക്ക് വിലല്ല. കുറുക്കനെ കിട്ടിയിട്ട കാര്യം ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അതാണ് ഖർദൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറുത് എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും അള്ളാഹു പറയണത് എന്താണ്? ലുഖ്മാൻ പറയണ മകനെ വിളിച്ചിട്ട്, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മനുഷ്യൻ്റെ കർമ്മം ഒരു ഖർദലിൻ്റെ മിസ്കാലിലാണുള്ളത്. ഫതകുൻ ഫീ സഖറത്തിൻ, അതേതോ ഒരു പാറക്കെട്ടിലാണ്. ആ കർമ്മം ഏതെങ്കിലും ഒരു പാറക്കെട്ടിനകത്താണ്. ഔ ഫി സമാവാത്ത്, അല്ലെങ്കിൽ വിശാലമായ ഈ വികസിക്കുന്ന വാനം അതിലെവിടെയോ ആണ്. ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരിടത്താണ്. എങ്കിലും യഅതി ബിഹല്ലാ, എന്താ യഅതി ബിഹല്ലാ, അള്ളാഹു അത് കൊണ്ടുവരും എന്നുള്ളതാണ്. അള്ളാഹു കൊണ്ടുവരും, കാണിച്ചു തരും. മനസ്സിലല്ലേ? നല്ലതാണ് എങ്കിൽ അതിന് രക്ഷ, തിന്മയാണ് എങ്കിൽ അതിന് വിചാരണയും അതിനപ്പുറമുള്ള അള്ളാഹുവിൻ്റെ അതിനുള്ള പ്രതിഫലവും. ഇവിടുന്നൊക്കെ ഇങ്ങോട്ടുള്ള കാഹളത്തിന് ഉദയന് ശേഷമുള്ളതാണ്. അതിൽ ഇഷ്കല്ല യൗമൈദി യസ്ദുറുന്നാസ് എന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ അതേസമയം ഈ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ തുടങ്ങിയത് അത് അന്ത്യനാളിനോടനുബന്ധിച്ച് നടക്കാനുള്ളതാണ്. ചിലർ പറഞ്ഞിട്ട് അത് അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട് കാഹളത്തിൽ ഊതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ്. ചിലർ പറഞ്ഞില്ല കാഹളത്തിൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നതാണ്. അതിൽ വിഷയമുണ്ട്. ഏതായാലും പരലോക സംഭവിക്കുന്നതോടനുബന്ധിച്ചാണ് എന്ത്. ചിലർ പറഞ്ഞത് ലോകാവസാനം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ വരും. മനസ്സിലല്ലേ? ഖിയാമത്ത് നാളിൻ്റെ 8, 9 അല്ലെങ്കിൽ 10 വലിയ അടയാളങ്ങളുണ്ട്. അതൊരു മാല പൊട്ടിയാൽ അതിൽ നിന്ന് മുത്തുകൾ വീഴുന്നത് പോലെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ടാണ് പെട്ടെന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുകയും ചെയ്യും. അതിൽ പെട്ടതാണ് 3 ഭൂകമ്പങ്ങൾ. അത് കൊടിയ പ്രകമ്പനങ്ങളായിരിക്കും. ഒന്ന് പശ്ചിമ ഭാഗത്ത്, മറ്റൊന്ന് പൗരസ്ത്യ ഭാഗത്ത്, പിന്നൊന്ന് ഈ അറേബ്യൻ ഉപദ്വീപിൽ. ഈ 3 ഭൂകമ്പങ്ങൾ വന്നാൽ അതോടനുബന്ധിച്ച് തന്നെയാണ് എന്ത് അന്ത്യനാളിൻ്റെ സംഭവ്യത. ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ സിൽസാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം, ഇത് അന്ത്യനാൾ സംഭവിക്കുന്നതോടനുബന്ധിച്ചുള്ളതായ പ്രകമ്പനങ്ങളാണ് എന്നുള്ളതിൽ ഇഷ്കാലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.